2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മിന്നും വിജയമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ആ മിന്നും വിജയത്തിനുമേൽ കരുനിഴൽ വീഴ്ത്താൻ വേണ്ടിയായിരുന്നു ഈ പാലക്കാട്ടെ MLA-യുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗിക ആരോപണ വിഷയം അന്തരീക്ഷത്തിൽ ഉയർന്നത്. എന്നാൽ പാർട്ടി കൃത്യമായ നിലപാടെടുത്തു. രാജ്യത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നുവരെ സ്വീകരിക്കാത്ത തരത്തിൽ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നിലപാട് ഇത്തരത്തിൽ എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാലക്കാട്ടെ ആ സൈക്കോപാത്തിനെതിരെ ഒരു ആരോപണം ഉയർന്ന അതിൻ്റെ നിജസ്ഥിതി പാർട്ടി നേതൃത്വത്തിന് കൃത്യമായി മനസ്സിലായപ്പോൾ അയാളെ ആദ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെപ്പിച്ചു. രണ്ടാമത് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല, പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന പാർട്ടി നേതൃത്വം കൃത്യമായ നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം ഈ പാലക്കാട് MLA-ക്ക് തിരുവനന്തപുരത്തെ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച അതേസമയം പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു. ഈ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനല്ലാതെ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് രാജ്യത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. BJP-യുടെ MP ബ്രിജ്ഭൂഷൺ അടക്കം 25ഓളം നേതാക്കന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായപ്പോഴും അവരെ ചേർത്ത് പിടിച്ച് അവരെ രാജ്യസഭയിലും ലോക്സഭയിലും എത്തിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് BJP. രണ്ടാമത് ഈ കോൺഗ്രസിനെതിരെ വലിയ വായിൽ രാഷ്ട്രീയം പറയുന്ന CPM-ന്റെ നിലവിലെ MLA-ആയ കൊല്ലം MLA M മുകേഷ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ജോലി ചെയ്യുന്ന P ശശി, മണ്ണാർക്കാട്ടെ CPM-ന്റെ നേതാവ് KTDC-യുടെ നിലവിലെ ചെയർമാൻ ഷൊർണൂർ മുൻ MLA PK ശശി, DYFI-യുടെ നേതാവായിരുന്ന തൃശ്ശൂരിലെ നേതാവായിരുന്ന ചാനൽ ചർച്ചകളിൽ CPM-ന് വേണ്ടി പ്രതിരോധം തീർക്കാൻ വരുന്ന വൈശാഖൻ അടക്കം നിരവധിയായ ആളുകൾക്കെതിരെ ചെറുതും വലുതുമായ ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല അവരെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്, CPM നേതൃത്വം കൈക്കൊണ്ടത്. അവിടെയാണ് കോൺഗ്രസ് വ്യത്യസ്തമാകുന്നത്. പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിൽ പോലും വെട്ടിമാറ്റണമെന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ ഏത് കൊലകൊമ്പൻ നേതാവായാലും ശരി, പാർട്ടിക്ക് എതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, പാർട്ടി നയത്തിന് വിരുദ്ധമായ നിലപാടെടുക്കുന്ന, സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്നവൻ ഏതവനായാലും അവൻ പാർട്ടിക്കകത്തുണ്ടാകില്ല എന്ന നിലപാട് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കന്മാർ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. കേരളം കൈയടിച്ചൊരു നിലപാട്. സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്നവൻ ഞരമ്പ് രോഗി ആരായാലും അവൻ കോൺഗ്രസിനകത്ത് ഉണ്ടാവില്ല എന്ന നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടിന് കേരളക്കരയാകെ ഒന്നടങ്കം കൈയടിച്ചു. അവിടെ കോൺഗ്രസിനെ വിമർശിക്കുകയാണ് ഇപ്പോഴും CPM. പക്ഷേ വിമർശിക്കാൻ എന്താണ് CPM-ന് അവകാശം? തെരുവ് വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ് CPM കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിമർശനങ്ങളൊന്നും പാർട്ടിയെ ബാധിക്കാൻ പോകുന്നില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ജയിക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 10 വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തവണ മുഖ്യമന്ത്രിയായി കോൺഗ്രസിന്റെ നേതാവ് അനന്തപുരിയുടെ മണ്ണിലേക്ക് വരികയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയമെല്ലാം ചർച്ച ചെയ്താലും കോൺഗ്രസിന്റെ ഒരു രോമത്തിന് പോലും പോറലേൽപ്പിക്കാൻ കഴിയില്ല. പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ BJP-യുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലത്തിൽ അവിടെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചൊരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അന്ന് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ സ്ത്രീകൾ, കേരളത്തിലെ യുവതികൾ, കേരളത്തിലെ വോട്ടർമാർ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. അവർ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ 2026 കോൺഗ്രസ് ഈ വിഷയങ്ങളെല്ലാം ഉയർത്തി കാണിക്കും. സ്ത്രീപക്ഷ നിലപാട് ഉയർത്തി കോൺഗ്രസ് വോട്ട് ചോദിക്കും. ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കി കോൺഗ്രസ് വോട്ട് ചോദിക്കും. ഭരണസ്തംഭനം അടക്കം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കും. CPM-ന്റെ വർഗീയ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കും. CPM-ന്റെ BJP-യുമായുള്ള കൂട്ടുകെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയുധമാക്കും. ഇതെല്ലാം പറഞ്ഞ് കോൺഗ്രസ് വോട്ട് ചോദിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ ചേർത്ത് പിടിക്കും, ഐക്യ ജനാധിപത്യ മുന്നണിയെ ചേർത്ത് പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും സൈക്കോപാത്തുകൾക്കെതിരെ നടപടി സ്വീകരിച്ച
ഇത്തരം ശക്തമായ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിലേക്ക് കടന്നു വരും. ആ കടന്നു വരുമ്പോൾ കോൺഗ്രസ് 100 സീറ്റ് നേടി അധികാരത്തിൽ കടന്നു വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അധികാരമേൽക്കും. 10 വർഷം കേരളത്തിന് നഷ്ടപ്പെട്ടു പോയ 10 വർഷം തിരിച്ചു പിടിക്കാനുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും.